മൂവാറ്റുപുഴയിൽ നാട്ടുകാർ തടഞ്ഞെന്ന വാർത്തയെക്കുറിച്ച് ഭാമ. ശ്രീജിത്ത് രാജാമണി എന്നയാളാണ് എന്നെ ഈ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചത്. യുണീക്ക് മോഡൽസ് ആൻഡ് സെലിബ്രിറ്റി മാനേജ്മെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്നാണ് അയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. 2.5 ലക്ഷം രൂപയാണ് പ്രതിഫലം നൽകാമെന്ന് ഇദ്ദേഹം പറഞ്ഞത്. അതിൽ 1 ലക്ഷം അഡ്വാൻസായി നൽകാമെന്നും പറഞ്ഞു. ബാക്കി തുക ഉദ്ഘാടന ചടങ്ങിന് മുൻപ് നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ 15,000 രൂപ മാത്രമാണ് അഡ്വാൻസ് വകയിൽ എൻ്റെ അക്കൗണ്ടിലെത്തിയത്. പക്ഷേ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ നേരത്തെ പറഞ്ഞിരുന്ന ചടങ്ങ് ഞാൻ ഉപേക്ഷിച്ചില്ല. സ്ഥലത്തേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞ തുക നൽകുമെന്നും കരുതി. പക്ഷേ ഞെട്ടിക്കുന്ന അനുഭവമാണ് അവിടെ എനിക്ക് നേരിടേണ്ടി വന്നത്. ശ്രീജിത്ത് രാജാമണി എന്നയാളെ അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലൈനിൽ കിട്ടിയില്ല. ചടങ്ങ് സംഘടിപ്പിച്ചവർ പറഞ്ഞത് എനിക്ക് തരാമെന്ന് പറഞ്ഞ് അയാൾ അവരിൽ നിന്നും 50,000 ഇതിനകം തന്നെ വാങ്ങിയിട്ടുണ്ടെന്നാണ്. 1 ലക്ഷം മാത്രമാണ് ഞാൻ പ്രതിഫലമായി ആവശ്യപ്പെട്ടതെന്നാണ് ശ്രീജിത്ത് അവരോട് പറഞ്ഞിരുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. ചതിക്കപ്പെട്ടതായി അറിഞ്ഞിട്ടും എന്നെ എന്തിനാണോ ക്ഷണിച്ചത് അത് ചെയ്തിട്ടാണ് ഞാൻ മടങ്ങിയത്. അല്ലാതെ മറ്റു തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വിശ്വസിക്കരുതെന്ന് എൻ്റെ അഭ്യുദയകാംക്ഷികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് സംഭവിച്ച ചതിയിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയാണ് ഞാൻ. ഇനിയൊരാൾക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ, ഭാമ പറയുന്നു.